ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാമുകൾ പലതും ഇന്ന് പൂർത്തിയാവുന്നതിൻ്റെ തൊട്ടടുത്താണ് എത്തി നിൽക്കുന്നത്. തദ്ദേശ ദിനാഘോഷം ഇന്ത്യയിലെ അധികാര വികേന്ദ്രീകരണത്തിൻ്റെ ഏറ്റവും ശക്തനായ വക്താവായിരുന്ന ബൽവന്ത് റായ് മേത്തയുടെ ജന്മദിനമായ ഫെബ്രുവരി 19 തദ്ദേശ ദിനമായി, നേരത്തെ പഞ്ചായത്ത് ദിനമായി, ഇപ്പോൾ ഏകീകൃത തദ്ദേശ വകുപ്പ് വന്ന ശേഷം തദ്ദേശ ദിനമായിട്ട് ആചരിക്കുന്നത്. അടുത്ത കാര്യം അതിദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ്. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ചരിത്രം സൃഷ്ടിക്കാനുള്ള ശ്രമത്തിലാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനം അതിദരിദ്രരെ കണ്ടെത്തി അവരെ അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കാനുള്ള പദ്ധതി ആവിഷ്കരിച്ചത്. 2021 ആവിഷ്കരിച്ച പദ്ധതിയുടെ ഭാഗമായി ആദ്യം സർവേ നടത്തി 64,006 കുടുംബങ്ങളെ അതിദരിദ്ര കുടുംബങ്ങളായി കണ്ടെത്തി. ഈ 64,006 കുടുംബങ്ങളും അതിദരിദ്രരാവാനുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്തി. ഓരോ കുടുംബത്തിനും പ്രത്യേകം മൈക്രോ പ്ലാൻ തദ്ദേശ സ്ഥാപനാടിസ്ഥാനത്തിൽ ആവിഷ്കരിച്ചു. 64,006 മൈക്രോ പ്ലാനുകൾ ആവിഷ്കരിച്ചു. ആ മൈക്രോ പ്ലാൻ ഇപ്പോൾ നിർവഹണ ഘട്ടത്തിലാണ്. നമ്മളിപ്പോൾ 2024 നവംബർ 1 പിന്നിട്ടപ്പോൾ ഇതിനകം 64,006 കുടുംബങ്ങളിൽ 46,197 കുടുംബങ്ങളെ 72.18% പേരെ അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കാൻ കഴിയും. ഇത് നീതി ആയോഗിൻ്റെ കണക്കുകളിലും ഇത് ശരിവെക്കുന്നുണ്ട്. 2021 0.71 അതിദരിദ്രരുടെ ശതമാനം. 0.7 ജനസംഖ്യയിൽ 0.71 കേരളത്തിൽ അതിദരിദ്രരുണ്ടായിരുന്നത്. നീതി ആയോഗിൻ്റെ ഏറ്റവും പുതിയ കണക്കനുസരിച്ച് 0.55 അത് കുറഞ്ഞു. 100 കോടി രൂപയുടെ കംപ്രസ് ബയോഗ്യാസ് പ്ലാന്റിൻ്റെ നിർമ്മാണം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. ഏപ്രിലിൽ അത് ഉദ്ഘാടനം ചെയ്യും. അപ്പോൾ അസാധ്യമെന്ന് കരുതിയ കാര്യങ്ങൾ സാധ്യമായിക്കൊണ്ടിരിക്കുകയാണ്. ബ്രഹ്മപുരത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും മാലിന്യ സംസ്കരണത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും. അവിടെ ഇപ്പോൾ ഒരു മാസ്റ്റർ പ്ലാൻ അംഗീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഒരു ആധുനിക വേസ്റ്റ് മാനേജ്മെൻറ്റ് പാർക്കായിട്ട് ബ്രഹ്മപുരത്തെ മാറ്റും. ഏറ്റവും ആധുനികമായ പ്ലാന്റുകൾ ഇനി അവിടെ വരാനിരിക്കുകയാണ്. CBG മാത്രമല്ല. അപ്പോൾ ആ ലക്ഷ്യം നമുക്ക് കൈവരിക്കാൻ ഇനി 41 ദിവസമാണ് നമ്മുടെ മുമ്പിലുള്ളത്.